പറഞ്ഞതിൽ നിന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോട്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ഇത് ഖുറാനെ മാറ്റി വെച്ച് നോക്കും. വിവേകാനന്ദൻ പറയാം, നാളെ ലിയാഖത്ത് എന്ന് പറയും വിവേകാനന്ദന്റെ പ്രമാണം കൊണ്ടുവരൂ, ഞാൻ വിവേകാനന്ദനെ കോട്ട് ചെയ്തല്ലേ. വിവേകാനന്ദനെ മിസ്കോട്ട് ചെയ്തതാണ്, കോട്ട് ചെയ്തതല്ല. പ്രവാചകൻ മുഹമ്മദ് നബിയെ മിസ്കോട്ട് ചെയ്യുകയാണ്, കോട്ട് ചെയ്തതല്ല. എന്നിട്ട് അദ്ദേഹം പറയും, ഇതാണ് ഏറ്റവും കൗതുകം, എനിക്ക് എക്സ് മുസ്ലിംസിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദഗതി ഇതാണ്. യൂണിവേഴ്സിറ്റി പഠനങ്ങളല്ല അടിസ്ഥാനം. എന്റെ ചേട്ടാ, യൂണിവേഴ്സിറ്റി പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെ കുറിച്ചും മാത്തമാറ്റിക്സിനെ കുറിച്ച് നടത്തിയ പഠനമല്ല, ഖുറാനെ കുറിച്ച് നടത്തിയ പഠനം. അതിൽ നിന്ന് അവർക്ക് നിഗമനങ്ങൾ, അത് അക്കാഡമിക് റിവ്യൂ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ. യൂണിവേഴ്സിറ്റി പഠനം ഒന്നും പറ്റൂല. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പഠനം പറ്റണ്ട, യൂണിവേഴ്സിറ്റി പഠനമാണ് നമുക്ക് വേണ്ടത്. ഈ യൂണിവേഴ്സിറ്റി പഠനം എന്തിന്റെ ബേസിലാണ്? എന്നിട്ട് അടുത്തതാണ് ഏറ്റവും അപകടകരം. നാദിയ മുറാദ് വളരെ പവർഫുൾ ആയിട്ട് ഞാൻ പറയാൻ, നാദിയ മുറാദ് പറയുന്നതല്ല ഇസ്ലാം എന്ന്, ഐസിസ് പറയുന്നതാണ് ഇസ്ലാം എന്ന് രണ്ട് ആൾക്കാരെ ലോകത്തിൽ പറയൂ, ഐസിസും എക്സ് മുസ്ലിങ്ങളും. ഐസിസ് പറയുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളെ ഈ ലോകത്തിലുള്ളൂ, അത് ഐസിസുകാരും എക്സ് മുസ്ലിങ്ങളുമാണ്. കാരണം എന്താ? ഐസിസുകാർക്ക് അതിനെ ദുരുപയോഗം ചെയ്യണം, എക്സ് മുസ്ലിംസിന് മുസ്ലിങ്ങളെ കരിവാരത്തേക്കണം. എന്നിട്ട് ഒറ്റയും തെറ്റുമില്ലാതെ അവിടെയും ഇവിടെയുള്ള കോട്ടുകളെ എടുത്ത് പ്രവാചകൻ ആൾക്കാരെ കൊന്നില്ലേ എന്നാൽ അത് തന്നെയല്ല ഐസിസ്. ഇത് തന്നെയാണ് ഐസിസും ചെയ്യുന്നത്. അതായത് ഇനി കൃത്യമായി നേരത്തെ കാണിച്ച അമേരിക്കൻ ഹോംലാൻഡ് കമ്മിറ്റിയുടെ ഇതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണ് ഐസിസ് ചെയ്യുന്നത്? എക്സാക്ട്ലി എക്സ് മുസ്ലിംസും ചെയ്യുന്നത് അതാണ്. ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൽ അവർ ഒരു നാരങ്ങ കലക്കും, എന്നിട്ട് ഈ സ്വിമ്മിംഗ് പൂൾ മുഴുവൻ നാരങ്ങ വെള്ളമാണെന്ന് പറയും. അതാണ് ഐസിസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നല്ല കേട്ടോ, ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ പറയുന്ന, അവിടുത്തെ ഡിബേറ്റിന്റെ ഭാഗമായി പറയുന്നതാണ്. ഇവർ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ എടുക്കും, ആ സ്വിമ്മിംഗ് പൂളിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. വേണമെങ്കിൽ പറഞ്ഞൂടെ നാരങ്ങ വെള്ളമാണെന്ന്? ശരിയാണല്ലോ, കള്ളമാണോ? ഞാൻ പറഞ്ഞത് പ്രമാണമല്ലേ? അതായത് അവിടെ നാരങ്ങ ഉണ്ടോ? ഉണ്ട്. എന്നാ നാരങ്ങ വെള്ളമാണോ അതിലുള്ളത്? എക്സാക്ട്ലി ഐസിസും ചെയ്യുന്ന ഇതാണ്, എക്സ് മുസ്ലിങ്ങളും ചെയ്യുന്ന ഇതാണ്. ഇനി പ്രവാചകനെ അങ്ങനെ കോട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ. രണ്ട്, ഇവിടെ ലിയാഖത്ത് രാഹുൽ ഈശ്വറിന് എനിക്ക് നേരെ പ്രയോഗിച്ചതാണ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പ്രയോഗിച്ചത്. ലിയാഖത്തിന്റെ കോട്ട്സ് ആണ്. ജനീവ കൺവെൻഷൻ അടിമത്തമാണ് എന്ന് തെളിയിക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിച്ചത്. ഞാനിപ്പോ ശ്രമിച്ചെങ്ങനെ? ഞാൻ പറഞ്ഞത് ജനീവ കൺവെൻഷനോട് എനിക്ക് ഏറ്റവും ആദരവും കാര്യങ്ങളും ഉണ്ട്. ഒരാൾ അങ്ങനെ പറഞ്ഞാലോ എന്നാണ്. ആ ഒരാൾ അങ്ങനെ പറഞ്ഞാലോ എന്ന വാക്ക് അങ്ങ് കട്ട് ചെയ്തു. ഒരാൾ ജനീവ കൺവെൻഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലോ എന്ന് ഞാൻ പറഞ്ഞ വാക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ ഹിന്ദുക്കൾ ഇതിനെ വിളിക്കുന്നത് അശ്വത്ഥാമ ഹത കുഞ്ചര എന്നാണ്. അതായത് നമ്മുടെ ദ്രോണരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല പാണ്ഡവർക്ക്. അപ്പോ സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞു. നോക്കിയാൽ കള്ളമാണോ? അല്ല. അശ്വത്ഥാമാവ് ഒരു ആനയ്ക്ക് പേരിട്ടു, എന്നിട്ട് ആ ആനയെ കൊന്നു. എന്നിട്ട് അശ്വത്ഥാമ ഹത കുഞ്ചര, അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞു. ദ്രോണർ ഇത് കേട്ട് സ്വന്തം മകൻ മരിച്ചതിന്റെ വിഷമത്തിലായി. ആ സമയത്ത് ദ്രോണരെ കൊന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതേപോലെ ഇപ്പം പറഞ്ഞത് കള്ളമാണോ? അല്ല. പറഞ്ഞത് സത്യമാണ്. പക്ഷേ അത് ഓണസ്റ്റി ആണോ? അല്ല. ഇന്റഗ്രിറ്റി ആണോ? അല്ല. അപ്പൊ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന കോട്ടുകൾ എടുത്ത് പറയാതെ ഇതിനെ ഫുള്ളായി പഠിച്ച ആൾക്കാരാണ് പറയുന്നത്. അതുകൊണ്ട് ആ മൂന്ന് മറുപടിയും കൂടെ എനിക്ക് 4 മിനിറ്റ് കാണും. 3 മറുപടിയും കൂടെ പറഞ്ഞിട്ട് പറയാം. ഒന്ന്, നാദിയ മുറാദ് ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ എന്ന് പറയാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി. വേറൊന്നും കൊണ്ടല്ല, അവർ അത് ജീവിതത്തിൽ അനുഭവിച്ചതാണ്. അവർ പറയുന്നു അത് ഇസ്ലാം അല്ല. പക്ഷേ ലിയാഖത്തിൽ പറയുന്നു അതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന്. ആര് തീരുമാനിച്ചു? ലിയാഖത്തിൽ തീരുമാനിച്ചു, ഐസിസുകാർ തീരുമാനിച്ചു. അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തെറ്റാണെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിന് അനുഭവിച്ച സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തങ്ങൾക്കെതിരായി പറയുന്നവരെ എന്താ ഇവർ ചെയ്യുന്നതെന്ന് അറിയാമോ? അത് ചില തീവ്ര മതവിശ്വാസികളും ചെയ്യും. ഏതെങ്കിലും ഒരു പാരാഗ്രാഫ് എടുക്കും, ആ പാരാഗ്രാഫ് എടുത്തിട്ട് മുഴുവൻ കാര്യങ്ങളെ ഒന്നെങ്കിൽ വെളുപ്പിക്കും അല്ലെങ്കിൽ കറപ്പിക്കും. ഇപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളിൽ ഞങ്ങളോട് ജാതീയത ചോദിച്ചാൽ ഞങ്ങളുടെ ആൾക്കാർ പറയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിക്കുന്ന ഏക മതം നമ്മളാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് വരെ നമ്മുടെ അമ്പലങ്ങളുടെ ഫ്രണ്ട് വരാൻ അവകാശം 90% ആൾക്കാർക്കും ഇല്ലായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് സത്യമാണ്, വലിയ തത്വമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രായോഗിക തലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അതാണ് സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ളവർ ചെയ്തത്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ പോയിന്റ് ഇവിടെ വെച്ച് തന്നെ പൊളിക്കാം. വെറുതെ ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ദി വേൾഡിലേക്ക് പോകുക, മുഴുവൻ വായിക്കുക. ഇനി നിങ്ങൾക്ക് കോട്ട് വായിക്കാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എങ്കിലും നോക്കുക. 4 വലിയ ടീച്ചർമാരെ കുറിച്ച് പറയുന്നു. അങ്ങനെ 4 വലിയ ടീച്ചർമാരെ കുറിച്ച് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുമോ പ്രവാചകൻ മുഹമ്മദ് വാൾ വെച്ച് ലോകത്തിലെ എല്ലാവരെയും കൊന്നാണ്? ഇത് പലപ്പോഴും തീവ്ര വലതുപക്ഷക്കാര് ഈ വിവേകാനന്ദനെ ആഴത്തിൽ അറിയാത്തവരെ പറ്റിക്കാൻ ഒരു വാക്ക് മാത്രം എടുത്ത്, അത് ഇദ്ദേഹം ആണെന്നല്ല പറഞ്ഞോ, ഞങ്ങളിലെ ഹിന്ദുത്വത്തിലെ തീവ്ര ഹിന്ദു വലതുപക്ഷക്കാര് അങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഏതുപോലെയെന്നും കൂടെ പറയാം. ശങ്കരാചാര്യർ, അതായത് ജയേന്ദ്ര സരസ്വതി എന്ന ശങ്കരാചാര്യര് ശങ്കരരാമൻ ഒരാളെ കൊല്ലാൻ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, സംഭവിച്ചു. ഇദ്ദേഹം ടൈംസിനോ അതിനെ എക്സ്പോസ് ചെയ്തു. അപ്പൊ ഇദ്ദേഹം പറയുന്ന ന്യായീകരണം എന്താ അറിയോ? നമ്മുടെ ദൈവങ്ങളും പലരെയും കൊന്നിട്ടുണ്ടല്ലോ. എന്തൊരു ന്യായീകരണമാണെന്ന് ആലോചിച്ചോണം. നമ്മുടെ ദൈവങ്ങളും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും യുദ്ധത്തിൽ ആരെങ്കിലും കൊല്ലുന്നതും അദ്ദേഹത്തിന്റെ ഏതോ കള്ളത്തരം പിടിച്ചതിന് മാനേജറായ ശങ്കരരാമനെ ആക്രമിച്ച് കൊല്ലുന്ന ഒരുപോലാണ്. അപ്പോ ലെമണേ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ നാരങ്ങ കലക്കി അതിനെ നാരങ്ങ വെള്ളം എന്ന് വിളിക്കുന്ന ജോലിയാണ് ഐസിസും എക്സ് മുസ്ലിംസും ചെയ്യുന്നത്.